നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായിട്ട് പല പല മോഡലുകളും കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പാർട്ട് 1, പാർട്ട് 2 നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതുപോലെ തന്നെ ഇതിനിടയില് അത്യാവശ്യം ഡിസൈനിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു മോഡൽ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആ മോഡല് ഇംപെല്ലർ ആണ്. ഇംപെല്ലർ നോർമലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡിസൈൻ ചെയ്ത പല വീഡിയോസും പലതും യൂട്യൂബിൽ കിടപ്പുണ്ട്. നമുക്ക് മാസ്റ്റർ ക്യാമിൽ ഒന്ന് ഇംപെല്ലർ ഒന്ന് മോഡൽ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങള് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇംപറിന്റെ ഒരു 2D മോഡൽ ആദ്യം വരയ്ക്കുകയാണ്. 2D ഡിസൈൻ വരയ്ക്കുകയാണ്. ഏകദേശം ഒരു ആഹ് 120 ഡയ ഉള്ളൊരു ഡയമീറ്റർ ഉള്ള ഒരു പീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് 120 ഡയ വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് ഞാനിവിടെ ഒരു 40 ഡയമീറ്റർ വരച്ചു. സോ ഇതിന്റെ ഉള്ളില് അതിന്റെ ഒരു ഷാഫ്റ്റ് കിടക്കാനായിട്ടൊരു ഒരു 30 ഡയമീറ്റർ വരച്ചു. അത് പ്ലസ് ചെയ്തു. അപ്പം ഇത് അതിന്റെ ഒരു ടോപ്പ് വ്യൂ എന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇതിന്റെ ഇംപെല്ലറിന്റെ ലീഫ് വേണമല്ലോ. ഇനി അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഓക്കെ. ഇതിൽ നിന്നൊരു ആർക്ക് നമുക്ക് ഫോം ചെയ്യണം. ജസ്റ്റ് ഇവിടെ 2 ആർക്ക് എന്നുള്ളത് അല്ലെങ്കിൽ 2 പോയിന്റ് ആർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഇതിലും ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഇംപെല്ലറിന്റെ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു റേഡിയസ് ഒരു 65 റേഡിയസ് ഇവിടെ കൊടുത്തു. ഓക്കെ. ഇനി നമ്മള് വരച്ച ആ ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി ഇതിന്റെ ഒരു മിറർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരണം. ഞാനിത് ട്രാൻസ്ലേറ്റ് എടുക്കുകയാണ്. ട്രാൻസ്ലേറ്റ് എടുത്തു. നമുക്കിത് എക്സ് ആക്സിസ് ആണ് വേണ്ടതെങ്കിൽ എക്സ് ആക്സിസ് നമുക്ക് ചെയ്യാം. ഏതാണോ ആക്സിസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുക. ഞാനിവിടെ ഇത് വൈ ആക്സിസ് ആണ് മൂവ് ചെയ്യിക്കുന്നത്. വൈയിലൊരു 2 mm ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ അത് ബോത്ത് ഡയറക്ഷൻ എന്നുള്ളത് ഓൺ ആക്കിയിടുകയാണ്. അപ്പൊ നമുക്ക് 2 ഡയറക്ഷനിലേക്കും അതേ സെയിം ഡിസ്റ്റൻസിലുള്ളൊരു ഇമേജ് വന്നു. ഓക്കെ. അത് ഞാൻ ടിക്ക് ചെയ്യാണ്. ഇനി ഇതിന്റെ ഇൻസൈഡ് ഉള്ളത് നമുക്ക് ആവശ്യമില്ല. ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇത് തമ്മിൽ ഒരിക്കലും ഇത് ജോയിൻ ആവാൻ സാധ്യതയില്ല. നോക്കിയാൽ ഇതിന്റെ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ അല്ല. എനിക്ക് ഈ ഡയമീറ്ററിലേക്ക് കൊണ്ടുപോയി മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ട്രിമ്മിൽ തന്നെ എക്സ്റ്റെൻഡ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ട്രിമ്മിന്റെ ചെയ്തെടുക്കുന്നു. ഇവിടെ ഡിവൈഡ് ആൻഡ് ഡിലീറ്റ് ഓഫ് ആണ്. അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും അതുപോലെ തന്നെ അതിന്റെ ഡയമീറ്റർ ഉള്ള അതും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വന്നത് ജോയിൻ ആവും. ജസ്റ്റ് ഞാൻ ഇത് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഒരുപക്ഷെ ഇത് ഔട്ട് ആയിട്ടുണ്ടാവും. ഇത് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രിം എടുത്തിട്ട് ജസ്റ്റ് ഇത് എക്സ്റ്റെൻഡ് ആയി പോയിരിക്കുന്നത് ട്രിം ചെയ്ത് കളയാണ്. സൂം ചെയ്യുക. ഓക്കെ. അതും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇത് തമ്മിൽ ഒരു ജോയിനിങ് ആർക്ക് വരയ്ക്കണം നമ്മൾ. ഇവിടെ ഞാൻ ആ 2 ആർക്ക് തന്നെ എടുക്കുന്നു. നമുക്ക് ഇവിടെ ഒരു ഇതിന്റെ പോയിന്റ് ഉണ്ട്. ജസ്റ്റ് ഇത് തമ്മിൽ ആ ലൈനിൽ തന്നെ ഒരു കണക്ഷൻ ലൈൻ ഞാൻ വരച്ചു. ദെൻ അതുപോലെ തന്നെ ഇവിടെയും ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ഓക്കെ അതിലും നമ്മൾ അതുപോലെ തന്നെ സെയിം ഒരു ഡയമെൻഷൻ വരച്ചു. ഇനി നമുക്കിപ്പം ഇതാണ് ഇതിന്റെ ഒരു വിഷ്വല്. ഇതിൽ ഞാൻ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഐസോമെട്രിക് വ്യൂയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഐസോമെട്രിക്കിൽ ഇട്ടു. ഇത് F9 ഞാനത് ഹൈഡ് ചെയ്തു. F9 ഹൈഡ് കൊടുത്തു. പ്ലെയിൻ. ഇനി നമുക്കിതൊന്ന് സോളിഡ് ആക്കാം. സോളിഡ് എക്സ്ട്രൂഡ് എടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഔട്ടർ ഡയ ഒന്ന് താഴേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഡയമെൻഷൻ അനുസരിച്ച് ഞാൻ ഒരു 20 mm എക്സ്ട്രൂഡ് ചെയ്യുക. 20 mm ചെയ്തപ്പോൾ ഒരു ഇച്ചിരി വലിയ സൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇതിന്റെ ഡയമെൻഷൻ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാൻ പോവാണ്. നമ്മൾ ചെയ്ത സോളിഡ്സിനകത്ത് തന്നെ വരിക. ഇവിടെ നമുക്ക് പാരാമീറ്റർ 15 കൊടുത്തു. റീജനറേറ്റ് കൊടുത്തപ്പോൾ അതൊരു 15 ആയിട്ട് കിട്ടി. ഓക്കെ. ഇപ്പൊ നമുക്കിവിടെ ഡയമെൻഷൻ വന്നു. ഇത് ഞാനിവിടെ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. എക്സ്ട്രൂഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇത് നേരെ മേളിലേക്ക് എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. സോളിഡ് എക്സ്ട്രൂഡ്. ഞാനിത് സെൻട്രലത്തെ സർക്കിൾ നമ്മൾ മേളിലേക്ക് എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് നമ്മൾ ചെയ്യുന്നത് ആഡ് ബോസ് കൊടുത്ത് ചെയ്യുക. അതായത് നമ്മളുടെ മെയിൻ ബോഡിയിൽ നിന്നും ആഡ് ബോസ് കൊടുത്ത് ചെയ്യുക. ഞാനിവിടെ ഒരു 10 mm ആണ് എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് 10 mm ആണ് എക്സ്ട്രൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 10 mm കൊടുത്തു. ഓക്കെ. ഇവിടുന്ന് ഒരു 10 mm വന്നു. 10 ഒരു ചെറിയൊരു കുറവുണ്ട്. ഞാനൊരു 10 എന്നുള്ളത് 15 തന്നെ ആക്കാണ്. ഓക്കെ.
റീജനറേറ്റ് ചെയ്ത് 15 മേളിലേക്ക് എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആ ലീഫ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതിന്റെ ഇൻസൈഡ് ഹോൾ നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ സോളിഡ്സ് തന്നെ പോവാണ്. എക്സ്ട്രൂഡ് നടുക്കത്തെ സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ ഇതിന്റെ അകത്ത് ബോത്ത് ഡയറക്ഷൻ എന്നുള്ളത് കൊടുക്കുവാണ്, കട്ട് കൊടുക്കാൻ വേണ്ടി എക്സ്റ്റെൻഡ് ത്രൂ ഹോൾ. അപ്പൊ 2 ഡയറക്ഷനിലേക്ക് നമുക്ക് കട്ട് ആവണം. അപ്പൊ ഇത് ഓപ്പൺ ആയി. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഇൻസൈഡ് ഹോളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇമ്പലറിന്റെ ലീഫാണ് നമുക്ക് വേണ്ടത്. ഇമ്പലറിന്റെ ലീഫാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഇനിയിപ്പോ ചെയ്യേണ്ടത് വയർ ഫ്രെയിമിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോവുക. ടോപ്പ് വ്യൂ ഇടുന്നു. ഇനി ഇതിന്റെ ലീഫ് സെലക്ഷൻ ആണ്. നമ്മൾ നേരെ സോളിഡ്സിൽ പോകുന്നു. എക്സ്ട്രൂഡ് തന്നെ പിക്ക് ചെയ്യുന്നു. സെലക്ഷൻ കൊടുത്തു. ഇപ്പൊ ഇത് സിംഗിൾ സെലക്ഷനിൽ തന്നെ അത് സെലക്ഷൻ ആയി. കാരണം ഇപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ആർക്ക് നമ്മൾ ജോയിൻ ചെയ്തു. 2 എൻഡ് പോയിന്റിലെ ആർക്ക് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ടിക്ക് ചെയ്യുന്നു. ഡയറക്ഷൻ താഴേക്കാണ്, മുകളിലേക്ക് കൊടുക്കുക. നമുക്ക് ക്രിയേറ്റ് ബോഡിയാണ് വേണ്ടത്. ക്രിയേറ്റ് ബോഡി നമ്മൾ ആ 15 തന്നെ ബോത്ത് ഡയറക്ഷൻ നേരത്തെ ഓൺ ആക്കിയതാണെങ്കിൽ അത് ഓഫ് ആക്കിയിടാൻ മറക്കരുത്. നമുക്കിപ്പോ ടോപ്പിലേക്ക് മാത്രം മതി. 15 നമ്മൾ മുകളിലേക്ക് ലീഫാക്കി. നമുക്കിവിടെ ലീഫ് കിട്ടി. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ലീഫിന് ഒരു ചെറിയൊരു കർവ് നമുക്കിവിടെ കൊടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സോളിഡ്സിൽ പോവാം. സോളിഡ്സിൽ നമുക്കിവിടെ ഫില്ലറ്റ് ഉണ്ട്. ഓക്കെ, ഫില്ലറ്റ് എഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. നമ്മളിവിടെ സെലക്ഷനിൽ നിങ്ങൾക്ക് അറിയാം, നമുക്കിവിടെ 3 ഓപ്ഷൻസ് വരും: എഡ്ജ്, ഫേസ്, അതുപോലെ തന്നെ ബോഡി. ഇതിൽ നമുക്ക് ഏതാണ്? നമുക്ക് എഡ്ജാണ് വേണ്ടത്. നമ്മൾ എഡ്ജ് അതിവിടെ ഓഫ് ആക്കണം എന്നില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ എഡ്ജിലാണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഡ്ജ് തന്നെ കിട്ടും. ഞാനിവിടെ എഡ്ജ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടെ ഫില്ലറ്റ് റേഡിയസ് വന്നു. ഞാനിവിടെ ഒരു 15 ട്രൈ ചെയ്യാണ്. സോ 15 ഇട്ടപ്പോൾ ഇവിടെ ഒരു കർവ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ ലീഫിനെ നമുക്ക് ഇതിനകത്ത് റൊട്ടേഷൻ പാറ്റേൺ, അതായത് നമുക്ക് ഇവിടെ സോളിഡ്സിൽ നമുക്കിവിടെ പാറ്റേൺ ഉണ്ട്. പാറ്റേണിലേക്ക് സർക്കുലർ പാറ്റേൺ ചെയ്യണം നമുക്കിവിടെ. ഓക്കെ, നമുക്കിവിടെ അപ്പൊ ഈ ലീഫിനെ നമുക്കിവിടെ സർക്കുലർ പാറ്റേൺ ആയിട്ട് ഈ ഡയമീറ്ററിലേക്ക് നമുക്ക് കൊണ്ടുവരണം. സോ ഈ ലീഫ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സർക്കുലർ പാറ്റേൺ ഉണ്ട്. സോളിഡ്സിൽ സർക്കുലർ പാറ്റേൺ എടുക്കുക. ഇതിൽ നമുക്കിവിടെ ഓപ്ഷൻ കാണിക്കും. നമ്മൾ സോളിഡ് ഫീച്ചർ അല്ല, നമ്മൾ സോളിഡ് ബോഡിയാണ് സെലക്ഷൻ കൊടുക്കേണ്ടത്. ഇതിന് ശേഷം നമുക്കിവിടെ പാറ്റേൺ സോഴ്സ് എന്നുണ്ട്. ഇതിൽ ഈ ആരോ മാർക്ക് സെലക്ഷൻ സോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ബേസ് നമ്മൾ സെലക്ഷൻ കൊടുത്തു. ബേസ് സെലക്ഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ലീഫിൽ സെലക്ഷൻ ഇല്ല. അതിനുശേഷം നമ്മൾ ലീഫ് സെലക്ഷനോടെ കൊടുത്ത് എൻഡ് സെലക്ഷൻ കൊടുക്കുക. ഇപ്പൊ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഒരു 3 വന്നു. കാരണം നമ്മളിവിടെ പാരാമീറ്ററിൽ കൊടുത്തിരിക്കുന്ന 3 നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഫുൾ സർക്കിൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ 3 ഫുൾ സർക്കിൾ, അതായത് 360 ഡിഗ്രിയിൽ വന്ന് മെഷ് ആവും. അപ്പൊ ഞാനിവിടെ ഫുൾ സർക്കിൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആഡ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ ലീഫ് എത്ര വേണമെങ്കിലും നമുക്ക് അതിന്റെ ലീഫ് കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും സംഭവം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പലറിന്റെ ലീഫ് ഫോം ചെയ്ത് കിട്ടും. ഇത് ഞാനിവിടെ ടിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു നോർമൽ ഒരു പാറ്റേൺ, അതായത് ഒരു ഇമ്പലറിന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത്, ഞാൻ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്കിപ്പോ ഈ കളർ, ഈ ഗ്രീനിഷ് കളർ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്രാസിന്റെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയ്ഡിനകത്ത് വരിക. ഷെയ്ഡ് സെറ്റിംഗ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് സെലക്ട് കളർ കൊടുത്ത് നമുക്ക് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടെങ്കിൽ, നമുക്ക് ഒരു ബ്രാസിന്റെ മെറ്റീരിയൽ ആയിട്ട് ഇതിനെ കാണണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏത് മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് സെലക്ഷൻ എടുക്കാം. ഞാനിവിടെ ഇപ്പം ബ്രാസ് തന്നെ സെലക്ഷൻ കൊടുക്കുകയാണ്. ബ്രാസ് റൂബി എന്ന് പറഞ്ഞൊരു കളർ ഉണ്ട്. നമുക്ക് എന്തൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് റൂബി കൊടുത്തു, ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് അതിന്റെ കളർ റൂബി ഷേപ്പിലേക്ക് വന്നു, റൂബി കളറിലേക്ക് വന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഔട്ടർ ലൈൻസ് ആണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈൻസ് നമ്മളുടെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്രീനിനകത്ത് ഐഡന്റിറ്റി കൊടുത്തിട്ട് ഈ ബോഡി മാത്രം സെലക്ഷൻ കൊടുക്കുക. എൻഡ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈൻസ് ഇവിടെ നിന്ന് കളയാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ വീഡിയോ ഇതുവരെയും കാണാത്തവരാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് കുറെ പ്ലേലിസ്റ്റുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും അതിനകത്ത് അപ്ലോഡഡ് ആണ്. സോ നിങ്ങളത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനറോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളുടെ കൂടെ കൂടുക. അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ എന്തെങ്കിലും ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന് കമന്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.